Yes, good evening. Welcome to Tiju's Academy's OIT Speaking Live. I am Indu Abhilash with you. So today I have brought a very interesting topic. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് ലൈവിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് ഈസ് OIT സ്പീക്കിംഗ് ഡൂസ് ആൻഡ് ഡോൺസ് പാർട്ട് 2ലേക്കാണ് ഇന്നത്തെ ഒരു ടോപ്പിക് ഡിസ്കഷൻ. സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ഇൻ ടു ദിസ് ഇൻ ഡീറ്റെയിൽ. വാട്ട് ഈസ് ഇൻട്രൊഡക്ഷൻ? അതായത് OIT സ്പീക്കിംഗ് സബ് ടെസ്റ്റിൽ ദർ ആർ സെവറൽ ഡൂസ് ആൻഡ് ഡോൺസ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പെർഫോം വെൽ. നമ്മൾ ഒരു സബ് ടെസ്റ്റിലേക്ക് കയറുമ്പോൾ നമ്മുടെ സ്പീക്കിംഗ്, എസ്പെഷ്യലി സ്പീക്കിംഗ് OIT സ്പീക്കിംഗാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് വിച്ച് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഡൂസ് ആൻഡ് ഡോൺസിനെയാണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഡൂസ് ആൻഡ് ഡോൺസ് ഈസ് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് എ സക്സസ്ഫുൾ ഔട്ട്കം. ശരിക്കും നല്ലതുപോലെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡൂസ് ആൻഡ് ഡോൺസിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദീസ് ഗൈഡ് ലൈൻസ് ഹെൽപ്പ് കാൻഡിഡേറ്റ്സ് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻ എ ക്ലിയർ റെസ്പെക്ട്ഫുൾ മാനർ. സോ വളരെ ക്ലിയർ ആയിട്ടും റെസ്പെക്ട്ഫുൾ മാനറായിട്ടും സംസാരിക്കാനായിട്ട് ഈ ഒരു ഗൈഡ് ലൈൻസ് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെഷൻ. സോ വാട്ട് ആർ ദ ഡൂസ് ഇൻ OIT സ്പീക്കിംഗ്? സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഐ ഹാവ് ബ്രോട്ട് പ്രാക്ടീസ് പ്രൊണൗൺസിയേഷൻ. അത് ഡൂസിലാണ്. സോ വർക്ക് ഓൺ യുവർ പ്രൊണൗൺസിയേഷൻ ഓഫ് മെഡിക്കൽ ടേംസ് ആൻഡ് കോമൺ ഫ്രേസസ് യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ടു എൻഷ്യൂർ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഫ്രേസസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷൻ, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് മെഡിക്കൽ ടേംസിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയറായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം റോൾ പ്ലേയിൽ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഐ ഹാവ് ബ്രോട്ട് എൻ എക്സാമ്പിൾ. വൺസ് വെൻ ഐ റീഡ് ദിസ് എക്സാമ്പിൾ യു മൈറ്റ് ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ദ പേഷ്യൻ്റ് ഈസ് എക്സ്പീരിയൻസിങ് dyspnea, so it's important to ensure they receive adequate oxygenation. Practice saying dyspnea to ensure you pronounce it correctly during the role play. So ഈ റോൾ പ്ലേയിൽ നമ്മൾ വായിക്കുമ്പോഴാണ് ഡിസ്നിയ എന്നുള്ളൊരു ടേം മനസ്സിലായത്. സോ അത് വായിക്കുമ്പോൾ നമുക്ക് പി ഉണ്ട്, അത് സൈലൻ്റ് ആക്കണോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. സോ വൺസ് യു ഗെറ്റ് എ ക്ലാരിറ്റി ദാറ്റ് ഇതിങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അത് സംസാരിക്കുമ്പോൾ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. കാരണം നമുക്കൊരു കൺഫ്യൂസ്ഡ് മോഡിൽ നമ്മളത് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദ ലിസണർ വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഫസ്റ്റ് യു നീഡ് ടു ബി ഷ്യൂർ ഹൗ ആർ യു ഗോയിങ് ടു പ്രൊണൗൺസ് ഇറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ ലിസണറിന് അത് മനസ്സിലാവത്തുള്ളൂ. സോ ഡിസ്നിയ എന്നുള്ളത് നമ്മൾ ക്ലിയറായിട്ട് നമ്മൾ അത് പ്രൊണൗൺസ് ചെയ്യുക, എന്നാൽ മാത്രമേ ലിസണർ അത് മനസ്സിലാവത്തുള്ളൂ. സോ ദിസ് ഈസ് വൺ സച്ച് എക്സാമ്പിൾ വിച്ച് ഹാവ് ബ്രോട്ട്. സോ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷനായിട്ട് നമ്മുടെ റോൾ പ്ലേ കാർഡിൽ വരുമ്പോൾ പ്ലീസ് എൻഷ്യൂർ ദാറ്റ് യു ആർ pronouncing it very clearly so that the interlocutor could understand what you are telling or saying. മനസ്സിലായല്ലോ? Next is be empathetic. So always we say that OIT speaking la empathetic, that is show empathy towards the patient. അതായത് empathetic എന്ന് പറയുന്നത് എന്താണ്? putting your shoes into the others, putting yourself into the shoes of others. ഓക്കെ, ബാക്കിയുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ വിഷമത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് empathy. So demonstrate empathy towards a patient or patient's relative by acknowledging their concern, showing understanding and providing appropriate support. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എംപത്തി വഴി ചെയ്യുന്നത്? പേഷ്യൻറ്റിനെ ആദ്യം അക്നോളജ് ചെയ്യുക, കൺസേൺ അക്നോളജ് ചെയ്യുക, ആൻഡ് ദെൻ ഷോയിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രൊവൈഡിങ് appropriate support. Understanding നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സിബിറ്റ് ചെയ്യുക, ആൻഡ് ദെൻ യു ആർ ഓൾസോ പ്രൊവൈഡിങ് appropriate support to the patient. Okay, for example, during the role play, the patient expresses anxiety about the upcoming surgery. Upcoming surgery കുറിച്ച് patient ഒരു anxiety express ചെയ്യുമ്പോൾ show empathy by saying, I understand that you may feel nervous about the surgery, but rest assured we will do everything we can to ensure your comfort and safety. സോ താങ്കൾക്ക് ആൻസൈറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ ഉറപ്പ് തരുന്നു താങ്കൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ലൈക്ക് വിൽ ബി ഏബിൾ ടു ഗിവ് യു ദ കംഫർട്ട് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഫോർ യു ടു ഫീൽ കംഫർട്ട് അബൌട്ട് ദ സർജറി. ഓക്കെ, എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ എംപത്തൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ യെസ്, ബി എംപത്തറ്റിക്. സോ ഫസ്റ്റ് ഇസ് പ്രൊണൗൺസിയേഷൻ ആൻഡ് ദെൻ ബി എംപത്തറ്റിക്. സോ നെക്സ്റ്റ് കംസ് ഇസ് ask for clarification if needed. If you are unsure about something during the role play,
ഡ്യൂറിങ് ദ റോൾ പ്ലേ നമ്മളൊരു കാര്യത്തിൽ നമുക്ക് അൺഷ്യൂർ അല്ല. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ദ ഇൻ്റർലോക്യൂട്ടർ ഫോർ ക്ലാരിഫിക്കേഷൻ ഓർ റിപ്പറ്റേഷൻ. നമുക്കൊരു കാര്യം ഇൻ്റർലോക്യൂട്ടർ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലായത് വെച്ചിട്ട് നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ആസ്ക് ഫോർ ദ ക്ലാരിഫിക്കേഷൻ ഓർ ആസ്ക് ദ പേഷ്യൻറ്റ് ടു ആസ്ക് ദ ഇൻ്റർലോക്യൂട്ടർ ടു റിപ്പീറ്റ് ഇറ്റ്. സോ കുഡ് യു ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു ഹാവ് ആസ്ക്ഡ് എന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ചില ടൈംസ് നമുക്ക് ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാം. നമുക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല, കേട്ടത് ക്ലിയറായിട്ട് മനസ്സിലായി കാണത്തില്ല. സോ അപ്പോൾ അത് ഒരു ഹാഫ് ഡൗട്ടിൽ നമ്മളത് പറയുമ്പോൾ ഫുൾ ഇൻഫർമേഷൻ റോങ് ആയിപ്പോകും. ഇതിനെക്കാട്ടി നല്ലത് വാട്ട് എവർ യു ലിസൺ അത് ഉറപ്പിച്ചാൽ, ദാറ്റ് ഇസ് വൺസ് യു കൺഫേം ദാറ്റ് വാട്ട് എവർ യു ലിസൺ ഇസ് കറക്റ്റ് എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാവൂ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇൻ്റർലോക്യൂട്ടറിനോട് തന്നെ ക്ലാരിഫൈ അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് വേണം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഇഫ് ദ ഇൻ്റർലോക്യൂട്ടർ മെൻഷൻസ് എ സ്പെസിഫിക് മെഡിക്കൽ പ്രൊസീജിയർ ദാറ്റ് യു ആർ അൺഫെമിലിയർ വിത്ത്, ഓക്കെ, ഒരു മെഡിക്കൽ പ്രൊസീജിയർ ഇൻ്റർലോക്യൂട്ടർ പറയുന്നു, അത് നിങ്ങൾക്ക് അൺഫെമിലിയർ പരിചയമല്ലാത്തതാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. പരിചയമല്ല, പെട്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ല, നിങ്ങൾക്ക് ഷ്യോർ അല്ല പറഞ്ഞത് നിങ്ങൾ കേട്ടത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഷ്യോർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ, could you please explain the procedure in more detail, okay, so that I can better address the patient's concern. Okay, താങ്കൾ അതൊന്നും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പേഷ്യൻ്റെ കൺസേൺസ് എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്. സോ ദാറ്റ് പറയുന്നത് വ്യക്തമായി നമ്മൾ അതിന് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിൻ ഐ കോൺടാക്ട്. ഓക്കെ, ലുക്ക് അറ്റ് ദ പേഴ്സൺ യു ആർ ടോക്കിംഗ് ടു. ഇറ്റ് ഷോസ് യു ആർ പേയിങ് അറ്റൻഷൻ ആൻഡ് കെയർ അബൌട്ട് വാട്ട് യു ആർ സെയിങ്. നമ്മൾ പറയുന്നതിലും ഒരു കെയർ കൊടുക്കുന്നു എന്നറിയുന്നത് ഐ കോൺടാക്റ്റിലൂടെയാണ്. സോ ഓൾ ദ ടൈം ത്രൂ ഔട്ട് ദി കോൺവെർസേഷൻ ഡു നോട്ട് ലുക്ക് അറ്റ് ദി റോൾ പ്ലേ കാർഡ്. 5 മിനിറ്റും റോൾ പ്ലേ കാർഡ് നോക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ബാലൻസ് ഇറ്റ്. റോൾ പ്ലേ കാർഡും ഐ കോൺടാക്റ്റും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് ലൈക്ക് രണ്ടും കൂടി ഹാഫ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ചും കൂടി ബെറ്റർ കോൺഫിഡൻസ് കിട്ടും. കാരണം ഒരു ഐ കോൺടാക്റ്റിലൂടെ വി ഗെറ്റ് ദറ്റ് കോൺഫിഡൻസ് ആൻഡ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമുക്ക് ഈ പറയുന്ന റോൾ പ്ലേ കാർഡ് നല്ല അസാധ്യമായിട്ട് ടാസ്ക് മെൻഷൻ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, സോ ഡ്യൂറിങ് ദ റോൾ പ്ലേ മേക്ക് ഷ്യൂർ യു മെയിൻറ്റെയിൻ ഐ കോൺടാക്ട് വിത്ത് ദ പേഷ്യൻറ്റ് ടു കൺവേ അറ്റൻറ്റീവ്നെസ് ആൻഡ് എംപത്തി. ഈ പേഷ്യൻറ്റ് ഉദ്ദേശിക്കുന്ന ഇൻ്റർലോക്യൂട്ടറാണ്, ബിക്കോസ് നൗ ദ ഇൻ്റർലോക്യൂട്ടർ ഇസ് പ്ലേയിങ് ദ റോൾ ഓഫ് പേഷ്യൻറ്റ്. അപ്പോൾ പേഷ്യൻറ്റിനെ നോക്കുകയാണ് ഇൻ്റർലോക്യൂട്ടർ, അത് കഴിഞ്ഞ് ഇൻ്റർലോക്യൂട്ടറിനെ നോക്കുകയാണ് ടു കൺവേ ദാറ്റ് അറ്റൻറ്റീവ്നെസ് ആൻഡ് എംപത്തി. ഫോർ ഇൻസ്റ്റൻസ്, വെൻ ഡിസ്കസിങ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മെയിൻറ്റെയിൻ ഐ കോൺടാക്ട് വൈൽ എക്സ്പ്ലെയിനിങ് ദ ബെനിഫിറ്റ്സ് ആൻഡ് പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ്. നമ്മളൊരു കാര്യം ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോഴോ ബെനിഫിറ്റ്സ് പറയുമ്പോഴോ സൈഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാർഡ് തന്നെ നോക്കി പറയുന്നതിനെക്കാട്ടിലും കുറച്ച് കാർഡ് നോക്കിയിട്ട് അതിനകത്തുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കിയിട്ട് ഐ കോൺടാക്റ്റിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കും. നമ്മളുടെ വോയിസ് ആണ് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, യാ. Next is confirm understanding. Make sure the person understands what you are saying by asking questions like, are you able to understand or does that make sense? നമ്മൾ പറയുന്നത് മനസ്സിലായോ പേഷ്യൻറ്റിന് എന്ന് ഉറപ്പ് വരുത്തുക. അതെങ്ങനെ ചോദിക്കാം? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഡസ് ദറ്റ് മേക്ക് സെൻസ്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടോ എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻറ്റ്, കൺഫേം ദർ അണ്ടർസ്റ്റാൻഡിംഗ് ബൈ ആസ്കിങ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? This ensures that the patient comprehends the information, patient understands the information and feels supported in their healthcare journey. So നമ്മൾ ഉറപ്പ് വരുത്തുന്നത് കൊണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ക്ലിയറായും പേഷ്യൻറ്റിന് മനസ്സിലായും നമുക്ക് ഉറപ്പ് വരുത്തുന്നത് കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലായി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ എഫക്റ്റീവായിട്ട് കൺവേ ആയിട്ടുണ്ട്. സോ വാട്ട് എവർ യു സ്പീക്ക് ഇസ് നോട്ട് ജസ്റ്റ് ദ പേർപ്പസ്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതോ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ അല്ല നമ്മളുടെ പേർപ്പസ്. എന്താണ് പേർപ്പസ്? ആ ടാസ്ക് എങ്ങനെയാണ് ലിസണറിന് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുക, എങ്ങനെ ലിസണറിൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ച് നമുക്ക് എങ്ങനെ അതിനെ കോംപ്രിമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ യൂസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എനി ക്വസ്റ്റ്യൻസ് വിച്ച് റിക്വയർസ് എക്സ്പ്ലനേഷൻ ഫ്രം ദ അതർ സൈഡ്. അപ്പോൾ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? പേഷ്യൻറ്റിനോട്. ദാറ്റ് ഈസ് ഇൻ്റർലോക്യൂട്ടർ ഈസ് പ്ലേയിങ് ദ റോൾ ഓഫ് എ പേഷ്യൻറ്റ്. നൗ യു വുഡ് ലൈക്ക് ടു ആസ്ക് ഫോർ എൻ എക്സ്പ്ലനേഷൻ ഓഫ് സർട്ടൻ സിനാരിയോസ്. ചില ടാസ്കിലുള്ള കൊടുത്തിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ബെറ്റർ ക്ലാരിഫിക്കേഷന് വേണ്ടി വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻ, always try to make it as a open-ended question. കാരണം open-ended questions മാത്രമേ എക്സ്പ്ലനേഷൻ ലഭിക്കൂ.
ക്ലോസ് എൻഡഡ് ആണെങ്കിൽ ജസ്റ്റ് യെസ് ഓർ നോ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആൻസർഡ് വിത്ത് യെസ് ഓർ നോ, ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിക്വയർ മോർ എക്സ്പ്ലനേഷൻ ലൈക്ക് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് or tell me about your symptoms. കണ്ടോ, ഇങ്ങനെ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ പറയാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി ദാറ്റ് റിക്വയർസ് എൻ എക്സ്പ്ലനേഷൻ. ടെൽ മീ മോർ അബൌട്ട് യുവർ സിംറ്റംസ് എന്ന് പറയുമ്പോഴും സിംറ്റംസ് എങ്ങനെയാണ്, എങ്ങനെ സ്റ്റാർട്ടായി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന് പറയുമ്പോഴും അവിടെ യെസ് ഓർ നോ വരില്ല, അവിടെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ ദി nurse is asking an explanation from the patient. Okay, so for example നോക്കാം, instead of asking yes or no questions, use open-ended questions to encourage the patient to express his concern and preferences. For example, how are you feeling about your recovery so far? This invites the patient to share his thoughts and feelings openly. Clear ആയോ? Okay. നെക്സ്റ്റ് നോക്കാം, ഓഫർ റീഅഷുറൻസ്. സോ നമ്മൾ ഏതൊരു സിനാരിയോ എടുത്താലും നമ്മൾ പേഷ്യൻറ്റിന് കോൺഫിഡൻസ് കൊടുക്കുക, ആൻഡ് ട്രൈ നോട്ട് ടു വറി, യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്, വി ആർ ദെയർ ടു ഹെൽപ്പ് യു എന്നൊക്കെ പറയുന്നത് ഒരു റീഅഷുറൻസ് ഫ്രേസസ് ആണ്. ഗിവിംഗ് ദറ്റ് കോൺഫിഡൻസ് ആൻഡ് ടെലിംഗ് ദ പേഷ്യൻറ്റ് ദറ്റ് ഐ എം ഓൾസോ ദെയർ വിത്ത് യു ഇൻ ദിസ് ജേർണി. So make the patient feel better by saying things like, don't worry, we will take care of you, everything will be okay. ഇതൊക്കെ നമുക്ക് പറയാം റീഅഷുറൻസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, വെൻ അഡ്രസ്സിങ് ദ പേഷ്യൻസ് കൺസേൺ, ഓഫർ റീഅഷുറൻസ് ബൈ സേയിങ്, ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് മേ ബി ഓവർവെൽമിംഗ്, ബട്ട് വി ആർ ഹിയർ ടു സപ്പോർട്ട് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. വി ആർ ഹിയർ ടു സപ്പോർട്ട് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. This helps alleviate the patient's anxiety and builds trust in the healthcare provider. സോ ഇങ്ങനെ ഒരു റീഅഷുറൻസ് ഫ്രേസസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻറ്റിൻ്റെ ആൻസൈറ്റി കുറയ്ക്കുകയും പേഷ്യൻറ്റിൻ്റെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യാൻ പറ്റും. Okay, yeah. So next is summarize key points. So നമ്മുടെ 5 മിനിറ്റ് സിനാരിയോയിൽ ഇഫ് യു ഫിനിഷ് ദറ്റ് ഓൾ ദ ടാസ്ക് വിത്തിൻ 4 minutes or 4 minutes 20 seconds, വീണ്ടും നമുക്കൊരു 30 seconds കിടപ്പുണ്ട്. അപ്പോൾ അത് വെറുതെ നമ്മൾ ഫിനിഷ് ചെയ്യരുത്, വൈൻഡപ്പ് ചെയ്യരുത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു ടോക്ക്ഡ് അബൌട്ട് ടു മേക്ക് ഷുവർ എവ്രി വൺ അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് റിമെമ്പേഴ്സ് ദം. അതായത് നിങ്ങൾ പറയുന്നതും പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിസണറിന്, അതായത് പേഷ്യൻറ്റിന് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. So at the end of the role play, summarize the key points discussed to ensure clarity and reinforce important information. For instance, say, just to recap, we have discussed your treatment plan, medication regimen, and follow-up appointments. Is there anything else you would like to address before we conclude? മനസ്സിലായോ? സോ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ബാക്കിയുള്ള ഒരു 30 സെക്കൻഡ്സും കൂടി നമുക്ക് കറക്റ്റ് ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. സോ ടാസ്ക് എപ്പോഴും നമുക്ക് 5 മിനിറ്റ് വരെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഹൗ യു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് യൂസ് ദ ടാസ്ക് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് പ്രൊവൈഡ് ദി ഇൻഫർമേഷൻ. എവറിത്തിങ് ഇൻവോൾവ്സ്. So if at all if you finish the task within 4 minutes 20 seconds or 15 seconds, a balance time you can use for summarization. So how do you summarize? നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ഓവറോൾ നമ്മൾ ആ ഒരു ടാസ്കിൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, കോസസ് ആണെങ്കിൽ കോസ്, ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണെങ്കിൽ ട്രിഗറിങ് ഫാക്ടേഴ്സ്, മെഡിക്കേഷൻ റെജിമെൻ ആണെങ്കിൽ മെഡിക്കേഷൻ റെജിമെൻ, ആൻഡ് ദെൻ സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ഹിസ് ഡെയിലി റൂട്ടീനിൽ എന്തെങ്കിലും ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്നുള്ള ആ ഒരു ബേസിക് ടോപ്പിക്, അത് റെക്കമെൻഡേഷൻസ്, ട്രിഗറിങ് ഫാക്ടേഴ്സ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എന്നുള്ളത് മാത്രം നമ്മൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ആ 30 സെക്കൻഡ്സ് കറക്റ്റായിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ് ക്ലിയർ. സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഇപ്പോൾ ഡോൺസ് ആണ്. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ നോക്കിയത് ഡൂസ് ഇൻ OET സ്പീക്കിംഗ് ആണ്. എന്തൊക്കെ ചെയ്യാം? സമ്മറൈസ് കീ പോയിൻറ്റ്സ്, ഓഫർ റീഅഷുറൻസ്, കൺഫേം അണ്ടർസ്റ്റാൻഡിങ്, ഉറപ്പ് വരുത്തുക പറയുന്ന കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റ് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്തടുത്ത ടാസ്കിലേക്ക് പോകാൻ. നെക്സ്റ്റ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് റിക്വയർസ് ആൻ എക്സ്പ്ലനേഷൻ ഫ്രം ദ പേഷ്യൻറ്റ്. ഓക്കെ, യെസ് ആർ നോ യിൽ ഒതുങ്ങാത്ത ഒരു ഉത്തരത്തിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ യെസ് ആർ നോ. അത് എങ്ങനെയായിരിക്കും? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ പേഷ്യൻ്റ് എന്ത് പറയും? യെസ്. Okay, are you able to understand? Yes. Is there anything else? Would you like to get it clarified? No. So അങ്ങനെ yes or no എന്ന് ചോദിക്കുന്നതിനെയാണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹായ് അഖിൽ, താങ്ക് യു ഫോർ ജോയിനിങ്. സോ ഇതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്?
ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ ഇഫ് നീഡഡ്. അതായത് ഇപ്പോൾ ഇൻ്റർലൊക്യൂട്ടർ പേഷ്യൻറ്റിൻ്റെ റോളാണ് ചെയ്യുന്നത്. ഇഫ് അറ്റ് ഓൾ ഇഫ് യു നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എനി ക്ലിനിക്കൽ ടേം ഓർ മെഡിക്കൽ ടേം മെൻഷൻ ബൈ ദ ഇൻ്റർലൊക്യൂട്ടർ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറയാതെ വാട്ട് യു ക്യാൻ ഡു, ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈഡ്. അത് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് സംതിങ് റോങ് ആൻസർ, ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈഡ് ആൻഡ് മേക്ക് എ വെരി ഗുഡ് എക്സ്പ്ലനേഷൻ. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഐ കോൺടാക്ട്. ഓക്കെ, അടുത്തത് പ്രാക്ടീസ് പ്രൊണൗൺസിയേഷൻ ആൻഡ് ബി എംപത്തറ്റിക്. ഇതൊക്കെയാണ് നമ്മുടെ OET സ്പീക്കിങ്ങിൽ ഡൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദി ഡോൺട്സ്. സോ ഡോൺട്സ് ഇൻ OET സ്പീക്കിംഗ് പാർട്ട് 2 എന്ന് പറയുന്നത്, ഡോണ്ട് യൂസ് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. ഓക്കെ, നമുക്ക് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഉണ്ട്, ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഉണ്ട്. എവാലുവേഷൻ ക്രൈറ്റീരിയയിൽ നമുക്ക് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ക്രൈറ്റീരിയ ആണ്. അതിനകത്ത് വരുന്ന ആസ്പെക്ട്സ് ആണ് ലാംഗ്വേജ്, ടോൺ, പ്രൊഫഷണലിസം. ഇത് 3ഉം കൂടി ചേർന്നിട്ടാണ് നമ്മൾ പറയുന്നത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല. സോ ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ. അവോയ്ഡ് യൂസിങ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഒഫെൻസീവ്, ഡിസ്ക്രിമിനേറ്ററി ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ എ ഹെൽത്ത് കെയർ സെറ്റിംഗ്. മെയിൻറ്റെയിൻ പ്രൊഫഷണലിസം ആൻഡ് സെൻസിറ്റിവിറ്റി ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അതായത് പേഷ്യൻ്റ് ഒഫെൻസീവായിട്ട് വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് യുവർ കണ്ടീഷൻ ഇസ് റിയലി ബാഡ്, യു സേ ദാറ്റ് യുവർ കണ്ടീഷൻ ഇസ് ക്വൈറ്റ് സീരിയസ് ബട്ട് വി ഹാവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ടു ഹെൽപ്പ് മാനേജിങ് ഇറ്റ്. സോ മനസ്സിലായോ, നമ്മളൊരു കാര്യം എടുത്ത് ഡയറക്റ്റായിട്ട് ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്, അതായത് പേഷ്യൻ്റ് അത് കേട്ടാൽ വിഷമമാകുമെന്ന് അറിയുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻഡയറക്റ്റ്. സോ യു ക്യാൻ ഇംപ്ലൈ ബൈ സേയിങ് ദാറ്റ് യുവർ കണ്ടീഷൻ ഇസ് ക്വൈറ്റ് സീരിയസ് ബട്ട് വി ഹാവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ടു ഹെൽപ്പ് മാനേജിങ് ഇറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഡു നോട്ട് ഇഗ്നോർ നോൺ വെർബൽ ക്യൂസ്. സോ ഇതൊന്ന് ശ്രദ്ധിക്കാം. Pay attention to the interlocutor's non-verbal cues such as facial expression and body language and respond accordingly. നമ്മൾ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആണെങ്കിലും ദർ ഇസ് എ പേഴ്സൺ ഹു ഈസ് സ്പീക്കിംഗ്. സോ ഇവിടെ പേഷ്യൻറ്റിൻ്റെ റോൾ എടുത്തിരിക്കുന്ന ഇൻ്റർലോക്യൂട്ടർ ആണെങ്കിലും യു ക്യാൻ വാച്ച് ഫോർ ഹിസ് ഫേഷ്യൽ എക്സ്പ്രഷൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ ചോദ്യമാണോ, കൺഫ്യൂസ്ഡ് ആണോ, അല്ലെങ്കിൽ ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ കൺസേൺ ആണ് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഈസി ഫോർ us ടു കണക്ട്. കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു വിഷമമാണ് അവിടെ കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് is very easy for me to connect so that I can be more empathetic. എനിക്ക് ആ ഒരു കൺസേൺ ശരിക്കും എൻ്റെ ടോണിൽ കൂടെ കാണിക്കാൻ പറ്റും. കാരണം ആ ഒരു എക്സ്പ്രഷനിലാണ് അവിടെ ഇൻ്റർലോക്യൂട്ടറും സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ വിൽ ബി സോ ഗ്ലാഡ് ദാറ്റ് യെസ് ഐ കുഡ് ഗെറ്റ് ദറ്റ് ഫീലിംഗ് ഔട്ട് ഓഫ് ദറ്റ് പേഷ്യൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരും അല്ലേ. സോ യെസ്, വാച്ച് ഫോർ ദ ഇൻ്റർലോക്യൂട്ടേഴ്സ് എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. ഇഗ്നോറിങ് ദീസ് ക്യൂസ് ക്യാൻ മേക്ക് ദ ഇൻട്രാക്ഷൻ ഫീൽ അൺനാച്ചുറൽ ആൻഡ് ഡിസ്കണക്റ്റഡ്. അതാണ് ആ ഒരു എക്സ്പ്രഷൻ അവിടെ ഇൻ്റർലോക്യൂട്ടർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മുടെ സ്പീക്കിംഗ് വളരെ ആർട്ടിഫിഷ്യലായിട്ട് പോകും, വളരെ നാച്ചുറലായിട്ട് തോന്നത്തില്ല. നമ്മളെന്തോ ഒരു ടാസ്ക് നോക്കി വായിക്കുന്നത് പോലെ ഉണ്ടാവും. സോ യു ഷുഡ് ഗെറ്റ് ദറ്റ് ഫീലിംഗ് ദറ്റ് യു ആർ സ്പീക്കിംഗ് ടു എ പേഷ്യൻറ്റ്. സോ ഇഫ് ദ ഇൻ്റർലോക്യൂട്ടർ കുഡ് എക്സിബിറ്റ് ദറ്റ് ഫീലിംഗ് ടു യു ദാറ്റ് ദ പേഷ്യൻ്റ് സ്പീക്കിംഗ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് തരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നേഴ്സിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം ദാറ്റ് ഈസ് മോർ ഈസിയർ വേ ടു കണക്ട് വിത്ത് നേഴ്സ് ആൻഡ് പേഷ്യൻറ്റ് കോൺവെർസേഷൻ അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഷ്യൻറ്റ് അപ്പിയേഴ്സ് ആൻഷ്യസ് ആൻഡ് അൺകംഫർട്ടബിൾ, യു മൈറ്റ് സേ, ഐ ക്യാൻ സീ യു ആർ ഫീലിംഗ് എ ബിറ്റ് നെർവസ്, ഇസ് ദർ എനിത്തിങ് സ്പെസിഫിക് യു ആർ വറീഡ് അബൌട്ട് ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. സോ ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മുടെ സിനാരിയോയിൽ ഫസ്റ്റ് ടാസ്കിൽ തന്നെ പറയും ഫൈൻഡ് വൈ ദ പേഷ്യൻറ്റ് ഇസ് നെർവസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോഴും അത് അവിടെ ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇഫ് ദ ഇൻ്റർലോക്യൂട്ടർ കൂടെ എക്സ്പ്രസ് ഇറ്റ് ത്രൂ ഹിസ് എക്സ്പ്രഷൻ ലൈക്ക് ഒരു നെർവസ്നെസ് ആണ് നമുക്കത് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പ്രഷനിലൂടെ തന്നെ നമുക്ക് അവിടെ പറയാം, ഫ്രം യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് സംതിങ് ഈസ് ബോദറിങ് യു ഓർ സംതിങ് ഈസ് കൺസേണിങ് യു, കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഇസ് ഇറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. സോ ഇത് നമ്മുടെ ടാസ്കിൽ പോലെ ഇരിക്കുന്നത് തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലും ഇൻ്റർലോക്യൂട്ടർ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഈസി ഫോർ യു ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദറ്റ് empathetic feeling. Okay, yeah. Next is avoid monotone delivery. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. Vary your tone and expression during the role play to keep the conversation engaging and convey empathy. അതായത് നമ്മളുടെ ടോൺ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ത്രൂ ഔട്ട് ദ കോൺവെർസേഷൻ ഇറ്റ് ഷുഡിൻ ബി ഫ്ലാറ്റ്.
ഓക്കെ, ഒരേ ടോണിലല്ല സംസാരിക്കേണ്ടത്. കുറച്ച് റൈസിങ് ആൻഡ് ഫോളിങ് ഇൻറ്റനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് യുവർ സൗണ്ട് ഓൾസോ സൗണ്ട്സ്, അതായത് യുവർ വോയിസ് സൗണ്ട്സ് റിയലി ബെറ്റർ. ഓക്കെ, ഇറ്റ് ഓൾസോ എൻഗേജസ് ദ ലിസണർ. അപ്പോൾ നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നോട്ട് ഓൺലി യു ആർ കവറിങ് ഓൾ ദ ടാസ്ക് ഇൻ ദ OT സ്പീക്കിംഗ്, ഹൗ യു എൻഗേജ് യുവർ ടോൺ, ഹൗ യു മേക്ക് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ദി ലിസണർ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ സ്പീക്കിംഗ് ഇൻ എ മോണോട്ടോൺ വോയിസ് ക്യാൻ മേക്ക് ദ ഇൻട്രാക്ഷൻ സീം റോബോട്ടിക് ആൻഡ് ഇംപേഴ്സണൽ. അതായത് നമ്മൾ ഒരേ ടോണിൽ ഒരു റിതമും കൊടുക്കാതെ, ഒരു ഇൻറ്റനേഷനും കൊടുക്കാതെ, ഒരേ ലെവൽ, ഒരേ ദാറ്റ് ഈസ് ലൈക്ക് ഒരു ടോണിൽ സംസാരിക്കുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് വെരി ആർട്ടിഫിഷ്യൽ ആൻഡ് റോബോട്ടിക്, അതായത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് വോയിസ് പോലെ തോന്നും. ഓക്കെ, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, വാട്ട് യു ക്യാൻ ഡു വെൻ ഡിസ്കസിങ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, vary your tone to convey empathy and understanding. So I completely understand your concern, Mr. Stephen, but try not to worry. We're here to provide you with the treatment options. Can I go ahead and inform you regarding that? Can I go ahead and inform you regarding that, Mr. Stephen? So ഇങ്ങനെ ഒരു കോൺഫിഡൻസും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു നേഴ്സായിട്ടും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതും ദിസ് വുഡ് ആക്ച്വലി ക്രിയേറ്റ് എ ഗ്രേറ്റ് പോസിറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ്, ക്രിയേറ്റ്സ് എ ഗ്രേറ്റ് പോസിറ്റീവ് ഫീലിംഗ് ഇൻ ദ പേഷ്യൻസ് മൈൻഡ്. കേട്ടോ, സോ വി ഹാവ് എ ഫ്യൂ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ. ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് വൺ ആൻഡ് ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റ് ഫോർ യു. സോ ഇതൊക്കെ പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടും വിഷമിക്കേണ്ട ഈ ഒരു കണ്ടീഷന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ഓവർകം യുവർ കറൻറ്റ് കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറഞ്ഞ് പേഷ്യൻറ്റിനെ വളരെ പോസിറ്റീവായിട്ട് സ്റ്റേ ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ യെസ്, don't memorize response. Avoid memorizing response word for word as it can come across unnatural and may not effectively address a specific scenario provided during the role play. So നമുക്ക് ചില phrases ഒക്കെ വളരെ that is like സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്രേസസ് ഒക്കെ ഉണ്ടല്ലോ. ട്രൈ നോട്ട് ടു വറി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം, ഐ എം ഏബിൾ ടു ഗോ ത്രൂ യുവർ സിറ്റുവേഷൻ, ഐ ക്യാൻ സെൻസ് യുവർ ഇമോഷൻ. സോ ചില ഫ്രേസസ് ഒക്കെ നമ്മൾ വളരെ സ്റ്റഡി ആയിട്ട് പറയുന്ന ചില ഫ്രേസസ് ഒക്കെ ഉണ്ട്. സോ വാട്ട് ഐ മീ സജസ്റ്റിംഗ് യു ഹിയർ ഇസ് ദാറ്റ് ഇൻസൈഡ് ഓഫ് റിസൈറ്റിംഗ് എ റിഹേഴ്സൽ സ്ക്രിപ്റ്റ്, റെസ്പോണ്ട് നാച്ചുറലി ടു ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻ. സോ ചില ഫോർമാറ്റൊക്കെ നമ്മൾ അതുപടി തന്നെ പറയാതെ കുറച്ചും കൂടി നാച്ചുറലായിട്ട് നമുക്ക് ഈ എംപത്തറ്റിക് ഫ്രേസസ് ഒക്കെ കുറേ ഉണ്ടല്ലോ. സോ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ എമോഷൻ, ഐ കുഡ് സെൻസ് യുവർ എമോഷൻ എന്ന് പറയുമ്പോഴും അത് കുഴപ്പമില്ല. അത് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് പറയാം, വളരെ ഫ്രണ്ട്ലി അപ്രോച്ച് മീൻസ് വളരെ എംപത്തറ്റിക് ആയിട്ട് പറയാൻ പറ്റുന്ന ടോണിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ബട്ട് ട്രൈ നോട്ട് ടു ജസ്റ്റ് ഫീൽ ഇറ്റ് വെരി ആർട്ടിഫിഷ്യൽ. ഓക്കെ, നമ്മളത് മെമ്മറൈസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളതിനെ ബൈ ഹാർട്ട് ചെയ്ത് പറയുന്നത് പോലെ ഫീൽ ചെയ്യിപ്പിക്കരുത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളത് കംഫർട്ടബിൾ ആകണം. നമ്മൾ പറയുന്നത് ബൈ ഹാർട്ടല്ല, നമ്മളത് വളരെ നാച്ചുറലായിട്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു മേക്ക് it very natural to the patient. Okay, so respond naturally to the patient's question and concern. For instance, if asked about a specific treatment, provide information based on your knowledge and expertise in the moment. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളും നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് ആ മൊമെൻറ്റിൽ നമുക്ക് ടാസ്കിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. സർട്ടൻ ഡയലോഗ്സ് നമ്മുടെ അടുത്ത് ഉള്ളതുണ്ടല്ലോ. എ സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ യുവർ ഡെയിലി റൂട്ടീൻ വുഡ് ഡെഫിനറ്റ്ലി മേക്ക് എ ചേഞ്ച് ഇൻ യുവർ ഹെൽത്ത് ഇൻ ദ ലോങ് റൺ എന്നുള്ള ഒരു ഫ്രേസ് ഉണ്ട്. സോ ഇത് നമുക്ക് നാച്ചുറലായിട്ട് പറയാം, പക്ഷേ ചില കുട്ടികൾക്ക് അത് നാച്ചുറലായിട്ട് പറയാൻ പറ്റാതെ അതൊന്ന് മെമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതെന്തോ ഇവിടെ ഒരു പോയിൻറ്റിൻ്റെ ഇടയ്ക്കൊന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത പോലെയൊക്കെ ഫീൽ ആവും. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതുപോലത്തെ ഫ്രേസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വളരെ നാച്ചുറലായിട്ട് പറയുന്നത് രീതിയിൽ അതൊന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ യു. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. സോ വാട്ട് ഐ മീ ടെലിംഗ് യു ഇസ് ദാറ്റ് ദോസ് ഫ്രേസസ് ആർ റിയലി ഗ്രേറ്റ്. ഐ എം നോട്ട് ആസ്കിങ് നോട്ട് ടു യൂസ് ഇറ്റ്. നിങ്ങളുടെ സ്വന്തം രീതിക്ക് അതിനെ ഒന്ന് റീഫ്രേസ് ചെയ്ത് പറയുകയാണെങ്കിലും വളരെ ഗ്രേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യെസ് യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് വാട്ട് ഐ മീ ടെലിംഗ് യു ഇസ് ദാറ്റ് ഡു നോട്ട് മേക്ക് ഇറ്റ് സൗണ്ട് ലൈക്ക് മെമ്മറൈസ് ചെയ്ത പോലെ സൗണ്ട് ആവരുത്. ഓക്കെ, നെക്സ്റ്റ്, അവോയ്ഡ് സ്പീക്കിംഗ് ടു സോഫ്റ്റ്ലി. എൻഷുർ ദാറ്റ് യുവർ വോയിസ് ഇസ് ഓഡിബിൾ ആൻഡ് ക്ലിയർ ഡ്യൂറിംഗ് ദ റോൾ പ്ലേ. സോ ഇതെല്ലാവരോടും പറയുന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദറ്റ് യു ഹിയർ യുവർ വോയിസ്. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ വോയിസിന് പ്രശ്നമില്ലല്ലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കേൾക്കുന്നതല്ല ഇവിടെ ടാസ്ക്. അതായത് നമ്മൾ പറയുന്നത് ആ ലിസണറിന്, ഇൻ്റർലോക്യൂട്ടറിന് കേൾക്കുകയും ചെയ്യണം, മനസ്സിലാക്കുകയും ചെയ്യണം. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ട്രെയിൻ യുവർ വോയിസ്. ഓക്കെ, അത് ഞാൻ കേൾക്കുന്നതെന്നുള്ളതല്ല, കാരണം ഞാനല്ലല്ലോ എവാലുവേറ്ററായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ യു ആർ നോട്ട് ദി എവാലുവേറ്റർ, യു ആർ നോട്ട് എവാലുവേറ്റിംഗ് ഫോർ യുവർ സെൽഫ്. ദർ ഇസ് എ പേഴ്സൺ ഹു ഇസ് ഗോയിങ് ടു എവാലുവേറ്റ് യു. സോ ഇൻ ഓർഡർ ടു എവാലുവേറ്റ് യുവർ വോയിസ് should be very audible and very clear, so that practice is required for that.
Okay, so speaking too softly can make it difficult for the interlocutor to understand you, and it may affect your score. ഓക്കെ, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പേടി കൊണ്ടോ ആൻസൈറ്റി ഇഷ്യൂസ് കൊണ്ടോ നെർവസ്നെസ് കൊണ്ടോ ആയിരിക്കും പതുക്കെ പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻ്റർലോക്യൂട്ടറിന് കേട്ടില്ലെങ്കിൽ അത് നമ്മുടെ സ്കോറിനെ ബാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പവർഫുള്ളായിട്ട് കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. For example, ensure your voice is clear and audible throughout the role play. If the interlocutor asks you to repeat something because they couldn't hear you, adjust your volume accordingly for the remainder of the interaction. ബാക്കിയുള്ള ഇൻട്രാക്ഷനിൽ വളരെ കറക്റ്റായിട്ട് അതിനെ വോല്യൂം റേസ്, അതായത് വോല്യൂം ഓഡിബിളായിട്ട് കേൾക്കുന്നത് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഡു നോട്ട് മേക്ക് ദ ഇൻ്റർലോക്യൂട്ടർ ടു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് ബി ഓഡിബിൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത്. മനസ്സിലായോ? ഒരു പ്രാവശ്യം പുള്ളിക്ക് അത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവണം നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ കോൺവെർസേഷൻ ഇനി തൊട്ട് നിങ്ങൾ ഓഡിബിൾ ആകാൻ നിങ്ങൾ ശ്രമിക്കുക. ക്ലിയർ ആയോ? ആൻഡ് ഡോണ്ട് പാനിക് ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്. നമ്മൾ പലപ്പോഴുമാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അയ്യോ എന്നൊക്കെ ഒരു എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ ഇൻ്റർലോക്യൂട്ടറിന് മനസ്സിലായി എവിടെയോ നമ്മളവിടെ ഒരു അബദ്ധം കാണിച്ചെന്നുള്ളത്. ഈവൻ അത് റെക്കോർഡിങ്ങിൽ പോലും നമുക്ക് അറിയാം എന്തോ അവിടെ ഒരു ചെറിയൊരു പോസ് വന്നെന്നുള്ളത്. സോ അത് ഒരിക്കലും ചെയ്യരുത്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ഓഫ് ഫർഗെറ്റ് സംതിങ് ഡ്യൂറിങ് ദ റോൾ പ്ലേ, ഡോണ്ട് പാനിക്. Simply continue with the conversation and try to recover, okay, by focusing on the patient's need and providing relevant information. Past is past. നമ്മൾ അങ്ങ് ചെയ്തു അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ബാക്കി വരുന്ന കോണ്ടന്റിനെ മറന്നു പോകരുത്. ഓക്കെ, പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാനും നിങ്ങൾക്ക് പറ്റും. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ മിസ്റ്റേക്ക് ആൻഡ് കീപ് റൂയിനിങ് ദ ഫർദർ കോൺവെർസേഷൻ ഓർ യുവർ കോണ്ടന്റ്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ദറ്റ് റെസ്റ്റ് അഷ്യൂർഡ് ദാറ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് യു ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് എഫക്റ്റീവ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഇനി വരുന്ന കാര്യം നമുക്ക് എഫക്റ്റീവായിട്ട് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് മറന്നിട്ട് നമുക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്താലേ പറ്റത്തുള്ളൂ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ദറ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ ദ കോൺവെർസേഷൻ ആൻഡ് ട്രൈ ടു റിക്കവർ ബൈ ഫോക്കസിങ് ഓൺ ദ പേഷ്യൻസ് നീഡ്സ് ആൻഡ് പ്രൊവൈഡിങ് റിലവൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ മിസ്റ്റേക്ക് ഹാപ്പൻസ് ബട്ട് ഡു നോട്ട് ഗോ അറ്റ് ദ ബാക്ക് ഓഫ് മിസ്റ്റേക്ക്. ഓൺലി വൺ തിങ് വിച്ച് യു ക്യാൻ ഹാവ് കൺട്രോൾ ഈസ് യുവർ കോണ്ടന്റ്. നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്, എങ്ങനെ സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് മാത്രം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ മതി. പ്രാക്ടീസിലൂടെ നമുക്ക് ഗ്രാമർ അക്യുറസി കൊണ്ടുവരാൻ പറ്റും. വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല. സോ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ഇഫ് യു ഫർഗെറ്റ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഇൻഫോം ദാറ്റ് യു വിൽ ഹാവ് you would like to add an information. അയ്യോ ഐ ഫോർഗോട്ട് സംതിങ് ടു ടെൽ എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്കൊന്ന് പറയാം ആ ഒരു പോയിൻ്റ്, ഒരു ടാസ്ക് മിസ് ചെയ്തു, യു ഹാവ് ജസ്റ്റ് അഡ്രസ് ദ നെക്സ്റ്റ് ടാസ്ക്. അതായത് തൊട്ട് അടുത്ത് വരുന്ന ടാസ്ക് നിങ്ങൾ അഡ്രസ് ചെയ്തു, അതിന് മുന്നേ ഉള്ള ഒരു ടാസ്ക് നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യണം അല്ലെങ്കിൽ അതൊന്ന് പറയണം എന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ആഡ് എൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ വിത്ത് ദ കോൺവെർസേഷൻ വിത്തൗട്ട് ഡ്വെല്ലിങ് ഓൺ ദ മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ അത് അവിടെ അബദ്ധമായി പോയെന്നൊന്നും പറയാതെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ മിസ് ചെയ്ത ഒരു ടാസ്കിനെ എടുത്ത് അങ്ങ് പറഞ്ഞാൽ മതി. റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു ഇൻഫോം യു റിഗാർഡിംഗ് ദി ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അവിടെ മിസ് ചെയ്തു, നിങ്ങൾ അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് വന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. നൗ യു വുഡ് ലൈക്ക് ടു ടെൽ അബൌട്ട് ദി ട്രിഗറിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ എന്ത് പറയാം, ജസ്റ്റ് നൗ ഹാവ് ഫിനിഷ്ഡ് ഡിസ്കസിങ് റിഗാർഡിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ആഡ് additional information regarding the triggering factors for the condition, for the current situation of yours എന്ന് പറഞ്ഞിട്ട് ട്രിഗറിങ് ഫാക്ടേഴ്സിനെ അവിടെ അങ്ങ് പറഞ്ഞാൽ മതി. ക്ലിയർ ആവും, അതേ ഉള്ളൂ. അല്ല ഞാൻ ഐ ഫോർഗോട്ട് ടു ടെൽ യു സംതിങ്, ഐ മിസ്ഡ് ഔട്ട് സംതിങ്, ക്യാൻ ഐ ടെൽ യു ദാറ്റ്, ക്യാൻ യു ജസ്റ്റ് അലോ മീ ടു ടെൽ യു ദാറ്റ് എന്നൊന്നും അത്രയും നമ്മൾ അങ്ങ് ഫീൽ ചെയ്ത് പറയേണ്ട കാര്യമില്ല. യെസ് ഇറ്റ് ഹാപ്പൻ, സോ ഡിസ് ഹാപ്പൻ. ഒരു ടാസ്ക് മിസ് ചെയ്തു, അത് കുഴപ്പമില്ല, അത് അങ്ങനെ ആ രീതിക്ക് ഒന്ന് തിങ്ക് ചെയ്തിട്ട് അങ്ങ് ജസ്റ്റ് ഒന്ന് അലേർട്ടായിട്ടൊന്ന് അങ്ങ് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. സോ ഷോ യുവർ കോൺഫിഡൻസ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, എന്തോ വലിയൊരു കാര്യം മിസ് ചെയ്ത പോലെയൊന്നും നിങ്ങൾ ഫീൽ ചെയ്യണ്ട. ഓക്കെ, സോ യെസ് ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്പീക്കിംഗ് വളരെയധികം എഫക്റ്റീവ് ആവും. സോ ദീസ് ഡൂസ് ആൻഡ് ഡോൺസ് ഇസ് നോർമലി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഡൂസും ഡോൺസും ചെയ്യുന്നതും ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു സ്പീക്കിംഗ് നിങ്ങൾക്ക് 450 അസാധ്യമായിട്ട് എടുക്കാം. ആൻഡ് യു ഓൾ നോ ദറ്റ് ടിജൂസ് അക്കാഡമീസ് മിഷൻ ഇസ് 450 ഫോർ ഓൾ ദ മോഡ്യൂൾ. സോ നമുക്ക് എല്ലാവർക്കും ആ ഒരു 450ലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈവ് സെഷനിൽ ഓരോ ട്യൂട്ടേഴ്സും പറയുന്ന ഓരോരോ ടിപ്സൊക്കെ നിങ്ങളൊന്ന് കാര്യമായിട്ട്
എടുത്തൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദാറ്റ് ഇറ്റ് വുഡ് ബി വെരി ഈസി ഫോർ യു ടു അച്ചീവ് 450 in all the 4 modules. Okay, wish you all the best. Keep practicing. Your preparation and practice is actually going to give you that confidence that yes, you can crack OET, as I'll be able to achieve 450 in all the 4 modules. So yes, all set your mission for 450, all the modules. Get up. So with this, I'm just winding up my session. So thank you so much for joining and encouraging me. Okay, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ലൈവിൽ ഞാൻ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരാം. സോ അൺടിൽ ദെൻ, ബൈ ഫ്രം ഇന്ദു. Okay, bye.